to another episode of Lily's Kitchen. Today we're gonna make green pea salad. Pulao. Hello. ഇൻഗ്രീഡിയൻസ് നോക്കാം. 2.5 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. ഇത് ഏത് റൈസ് ആണെങ്കിലും ബസ്മതി റൈസ് ഞാൻ സാധാരണ ചോറ് ഉണ്ടാക്കി വെച്ചതായിരുന്നു. 2.5 കപ്പ്. 1 കപ്പ് ഗ്രീൻ പീസ്, പിന്നെ മല്ലിയില, അത് ഒരു പിടി, ഏകദേശം ഒരു 1/2 കപ്പ് ഉണ്ടാവും. കുറച്ച് കാഷ്യൂ നട്ട്, ഒരു 5-8 കാഷ്യൂ നട്ട്. ഇത് ഗരം മസാലയാണ്, ഗരം മസാല. പിന്നെ കുറച്ച് വെളുത്തുള്ളി പൗഡർ, വെളുത്തുള്ളി ഇട്ടാലും മതി. പിന്നെ കുറച്ച് നെയ്യും വേണം, പച്ചമുളക് വേണം, പിന്നെ ഉപ്പും ആവശ്യമുണ്ട്. ഇത്രയാണ് ഇൻഗ്രീഡിയൻസ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്കിപ്പം ഓയിൽ ഒഴിച്ചു കൊടുക്കണമെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നെയ്യിൽ ചെയ്തെടുക്കാം. ഞാനിപ്പം കുറച്ച് നെയ്യ്, 2 ടീസ്പൂൺ നെയ്യ് ഇടുന്നുണ്ട്. അപ്പം ഇതൊന്ന് ചൂടാവട്ടെ. നിങ്ങൾക്കിപ്പം ഫുൾ നെയ്യിൽ ഉണ്ടാക്കണ്ടെങ്കിൽ കുറച്ച് നെയ്യും ബാക്കി ഓയിലും കൂടെ ചേർത്താൽ മതി. അപ്പോൾ അതൊന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസാണ്, അത് ഇട്ട് കൊടുക്കാം. ഫ്രോസൺ അല്ലെങ്കിൽ സാധാ ഗ്രീൻ പീസ് ആണെങ്കിൽ നമ്മളൊന്ന് ഒരു 3-4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് വേവിച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുക്കായി വരട്ടെ. ഒരു മിക്സിയുടെ ജാറിലേക്ക് മല്ലിയില, ഒരു പിടിയുള്ളത് അത് ഇട്ട് കൊടുക്കുക. പിന്നെ എത്രയാണ് വേണ്ട എരിവിനനുസരിച്ചിട്ട്. ഇപ്പം ഞാനൊരു 4 ചെറിയ പച്ചമുളക് എടുത്തിരിക്കുന്നത്, അത്. പിന്നെ കാഷ്യൂ നട്ട് ഒരു 5-8 കാഷ്യൂ നട്ട് എടുത്തിട്ടുണ്ട്. കാഷ്യൂ നട്ട്, പിന്നെ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. കുറച്ചൊരു 1/4 കപ്പ് വെള്ളവും ചേർത്തിട്ടുണ്ട്. ഇത് അരച്ചെടുത്തിട്ട് ഇത് ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഗരം മസാല. ഞാൻ ഈ ഗരം മസാലയിൽ കുരുമുളകിൻ്റെ പൊടിയും കുറച്ച് ചേർത്തിട്ടുണ്ട്, ക്യൂമിൻ പൗഡർ. ഞാൻ ഈ മസാലയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഇത് ഒരു 1/2-3/4 ടീസ്പൂൺ ഗരം മസാല ചേർക്കുക. പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇപ്പം വെളുത്തുള്ളിയായിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളി അരച്ചെടുത്താലും മതി, അരയ്ക്കുന്നതിൻ്റെ കൂടത്തിൽ അരച്ചാൽ മതി. പക്ഷേങ്കിൽ ഞാൻ കുറച്ച് വെളുത്തുള്ളിയുടെ പൗഡറും കൂടി ചേർക്കുന്നത്, കുറച്ച് ഒരു 1/4 ടീസ്പൂൺ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഇത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അരച്ചെടുത്തത് ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു ഗ്രീൻ കളറിൽ, ഇതാണ് ഹരിയാലി പുലാവ് എന്ന് വേണമെങ്കിൽ പറയാം. എന്തെങ്കിലും ഒരു പേര് ഇടാമെന്നുള്ളത്. ഇനി ഇതിൽ ഉപ്പൊക്കെ കറക്റ്റാണെന്ന് നോക്കുക. ഒന്നൊന്ന് കുക്കാവട്ടെ. എന്നിട്ട് നമുക്ക് ആ ചോറും കൂടെ മിക്സ് ചെയ്യണം. ഇതിങ്ങനെ ഒന്ന് തിളച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. ആ എണ്ണ തെളിഞ്ഞ് വരുന്ന ഒരു സമയമാകുമ്പോൾ, ജസ്റ്റ് അത്രയധികം എണ്ണയൊന്നും ഇല്ല, പിന്നെ കുറച്ചൊരു നമുക്കിങ്ങനെ കുറച്ചൊരു എണ്ണ തെളിഞ്ഞ് വരുന്ന ആ ഒരു, അതായത് കുറച്ച് വെള്ളമൊക്കെ വറ്റി ആ ഒരു സമയമാകുമ്പം നമുക്ക് ചോറും കൂടെ അതിലേക്ക് മിക്സ് ചെയ്യാം. ഇതായി വരുന്നുണ്ട്. നമുക്ക് ചോറും കൂടെ മിക്സ് ചെയ്യാം. ഇത് കുറച്ച് ലോയിലാക്കിയിട്ട് ഇട്ട് വയ്ക്കുക. കുറച്ച് സിമ്മിലാക്കി വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്ത ചോറ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഉപ്പ് ഇട്ടിട്ടൊന്നുമല്ല ചോറ് ഉണ്ടാക്കിയിട്ടുള്ളത്, സാധാരണ ചോറ് ഉണ്ടാക്കുക ചെയ്തത്. സാധാരണ ചോറ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോൾ ഉപ്പ് ഇട്ടിട്ട് അതിൽ എണ്ണ ചേർക്കണമെങ്കിൽ എണ്ണ ചേർത്ത്, അതായത് നെയ്യ് ചേർത്ത് സാധാരണ ഫ്രൈഡ് റൈസിനൊക്കെ ഉണ്ടാക്കുന്ന മാതിരി ഉണ്ടാക്കിയെടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് സാധാ ചോറ് ഉണ്ടാക്കിയതിൽ ആണ് ഇതിങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇത് ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പം നിങ്ങളും ഉണ്ടാക്കി നോക്കുക. റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇത് സ്വിച്ച് ഓഫ് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് സ്വിച്ച് ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ കാര്യം. അങ്ങനെ നമ്മുടെ പുലാവ്, ഗ്രീൻ പീസ് പുലാവ് റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാനൊരു ജസ്റ്റ് ഒരു ബീട്രൂട്ടിൻ്റെ പിക്കിളും വെച്ചാണ് കഴിക്കാൻ പോണത്.
അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക. താങ്ക് യു. പുലാവൊക്കെ കഴിച്ച് കഴിഞ്ഞിരിക്കുമ്പോഴാണ് നമ്മളുടെ വീട്ടിലേക്കൊരു വിസിറ്റർ എത്തിയത്. ആ വിസിറ്ററുടെ ഡാൻസ് പെർഫോമൻസ് കാണിക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. നമ്മളുടെ ന്യൂ ഗസ്റ്റ് ആണ് ടെസ്ല. ഓണം അവിടെ വേറെ എന്തൊക്കെയാ ചെയ്യാ പരിപാടി? അങ്ങനെ നമ്മളെ ഫ്രണ്ടിന്റെ ടെസ്ലയുടെ ഡാൻസിങ് ഉണ്ടല്ലോ. ഓക്കെ, തന്നെ സ്റ്റാർട്ടായിട്ട് നമ്മളത് കാറിന് ഇടിക്കുകയോ? അതടിപൊളി. അതെ 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 അതെ. ഓണർ എവിടെയാണ്? അല്ല, ഓണർ എവിടെയാണെന്നുള്ളത് ഓണറിനെയും കൂടെ കാണിച്ചേക്കാം. Hi guys.